ഞാൻ ഈ കെട്ടിത്തുള്ളി പോകുന്നത് എടുത്തേക്കാന്ന് പറയാം. ജസ്റ്റ് മീൻ മേടിക്കാൻ വേണ്ടി മാത്രമായിട്ടാ. നമുക്ക് അഭിയാട്ടം വരുന്നുണ്ട്, അതായത് അഭിയാട്ടന്റെ ഷിപ്പ് ഇന്ന് മംഗലാപുരത്ത് വരുന്നുണ്ട്. അപ്പോൾ മംഗലാപുരത്ത് വന്നാൽ കുറച്ച് ടൈം, അതായത് രാത്രി വന്നിട്ട് രാവിലെ പോവാന്നുള്ള ഒരു കണ്ടീഷനിൽ അഭിയാട്ടം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അഭിയാട്ടിന് കുറച്ച് ഫുഡ് വാങ്ങിയേക്കണം. അപ്പൊ ഇത് അതിന്റെ തലേ ദിവസമായിട്ടാ. ഞാൻ തലേന്ന് അഭിയാട്ടൻ നന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുന്നത്. അപ്പൊ ഞാൻ നമ്മുടെ നാണിശ്ശേരി പാലത്തിന്റെ അടുക്ക നല്ല പുഴമീൻ കിട്ടും. അപ്പൊ അഭിയാട്ടിന് ഈ ചിക്കൻ ഇതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മള് പുഴമീൻ വാങ്ങാൻ വന്നേട്ടാ. ഞാൻ കരിമീനും ഞണ്ടും ചെമ്മീനും പിന്നെ വേറെന്തോ എടുത്തിട്ടുണ്ടായിരുന്നു, അതെല്ലാം കൂടി മേടിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചീര മേടിക്കാൻ പോയി. ചീര മുയ്യത്ത് നല്ല ഫ്രഷ് ചീര ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊന്നും ഇവർക്ക് കിട്ടുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ചീര മേടിക്കാൻ പോയി. ചീര ഒരു കെട്ടിന് 30 രൂപയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നേരെ നമ്മള് നമ്മളെ കുളച്ചേരി മുക്കിൻ്റെ അടുക്ക നമ്മളെ ഇത് കിട്ടും, കല്ലുമ്മക്കായ്. അങ്ങനെ നമ്മള് കല്ലുമ്മക്കായും വാങ്ങിയിട്ട് പിന്നെ നേരെ ബേക്കറി ഐറ്റംസ് കുറച്ച് വാങ്ങണമായിരുന്നു. അഭിയാണ് കൊണ്ടുപോകാൻ ബേക്കറി ഐറ്റംസ് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് ബേക്കറിയിലേക്കായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങി. ബേക്കറി എന്താ പറയാ, അവര് ഭയങ്കര ഇതാട്ടാ. നമ്മളെ സാധാ പോലെ അതെടുക്കട്ടെ ഇതെടുക്കട്ടെ ഭയങ്കര ആ ചേച്ചി എന്തോ നമ്മൾ ആ ചേച്ചിന്റെ ആരോന്ന് മുന്നിൽ ഇതായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. പിന്നെ ഞാൻ വേഗം എല്ലാം തലേ ദിവസമല്ല ഞാൻ കൊണ്ടുവന്ന അവിടെ നിന്നെല്ലാം ആക്കി വെച്ച് മീനും സംഭവം സെറ്റാക്കി വെച്ച്. അങ്ങനെ പെട്ടെന്ന് വിളിച്ച് പറയുമ്പോഴത്തേന് ഇവരെ കാര്യങ്ങളായതുകൊണ്ട് ഒന്നും ഒരു കൺഫേം ഉണ്ടാവില്ല. അഭിയന്റെ കാര്യം പൊതുവേ ഒന്നും കൺഫേം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ തലേന്ന് വേഗം എല്ലാം എന്താ പറയാ വൃത്തിയാക്കി എല്ലാം ഫ്രിഡ്ജില് മറ്റേ ഉപ്പും മുളകും അതെല്ലാം ആക്കിയിട്ട് എടുത്തു വെച്ച്. അങ്ങനെ ആകുമ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ. പിറ്റേന്ന് രാവിലെ എന്നോട് പറഞ്ഞു വരാൻ പറ്റുമെന്ന് ഉറപ്പില്ല, ഡൗട്ടാണ്. പിന്നെ എനിക്ക് ആകെ വിഷമായി പോയി. പിന്നെ ഉച്ചക്ക് കുടിച്ചിട്ട് പറഞ്ഞു വരുന്നുണ്ട്. ഞാൻ അപ്പാട് എല്ലാം എടുത്ത് പുറത്ത് വെച്ച് ചടപടയും പറ്റുള്ളൂ ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ എന്നിട്ട് ഞണ്ട് ഇലക്കി, പിന്നെ ഇതിപ്പുറം തന്നെ നമ്മള് ചെമ്മീൻ ചെറുങ്ങനെ റോസ്റ്റ് ചെയ്ത പോലെയാക്കി ചെമ്മീനും ആക്കി വെച്ച്. പിന്നെ എന്താ പറയാ അതെല്ലാം നമ്മൾ ഒരു എടുപിടി എന്ന് പറഞ്ഞിട്ട് പിന്നെ നേരത്തെ കാലത്ത് നമ്മളെല്ലാം ആക്കി വെച്ചുകൊണ്ട് വല്ല കുഴപ്പമില്ല, നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് എടുത്തിടുകയല്ലേ ഉണ്ട്. ഇത് അഭിയാട്ടന്റെ കേസാകുമ്പോൾ എപ്പം വരുമ്പം വരുന്നു പറയും, പിന്നെ ചിലപ്പോൾ വരാണ്ടാവും. പിന്നെ അന്നേരമൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ ഞാനിപ്പോ അതുമായിട്ട് അഡ്ജസ്റ്റ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ ഈ ഒരു കുറച്ച് ടൈമിലേക്ക് വരുമ്പോ എല്ലാവരും വിചാരിക്കുന്നില്ല ഭ്രാന്താന്ന്. പക്ഷെ അവര് ഇത് നമുക്കല്ലേ അറിയുള്ളൂ. എന്നോട് എല്ലാവരും പറയും വേറെ പണിയൊന്നുമില്ല അതെല്ലാം പറയും. പക്ഷെ കുറച്ച് ടൈം കാണാൻ കിട്ടുമെന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ. പക്ഷെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രേണ്ടതാവുമ്പോൾ ഭയങ്കര പണിയാണ്. ഞാൻ അങ്ങോട്ട് പോവാന്നാട്ടാ വിചാരിച്ചത്. പക്ഷെ അഭിയേട്ടൻ പറഞ്ഞു വേണ്ട ഞാൻ അങ്ങോട്ടേക്ക് വരാം. വീട് എടുത്തിട്ട് അഭിയേട്ടൻ നിന്നിട്ടേ ഇല്ല. അപ്പൊ ആ ഒരു നൃത്തം കൂടി ആവുമല്ലോ. ഒരു ഭയങ്കര ഫീലാണ് നമ്മളെ സ്വന്തം വീട്ടിലേക്ക് കയറി വരിക. അത് ശരിക്കും ഭയങ്കര ഫീലാട്ടാ. നമ്മളെ കല്ലുമ്മക്കായി ഇതാക്കാന്ന് വിചാരിച്ച, പിന്നെ വിചാരിച്ചു വേണ്ട. പിന്നെ ഞാൻ കൊടുത്തയക്കാൻ വേണ്ടിട്ട് മിക്സ്ചർ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. മിക്സ്ചർ വീട്ടിൽ നിന്നാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അല്ലെ. അങ്ങനെ ഞാൻ മിക്സ്ചർ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മിക്സ്ചർ അഭിയേട്ടന് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടാ. എനിക്ക് ഭയങ്കര ഇതായിരുന്നു. അങ്ങനെയല്ല നമ്മളെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ട് ഓരോ സാധനങ്ങൾ കൊടുത്തുവിടുക എനിക്ക് ഭയങ്കര ആശയമായിരുന്നു കേട്ടോ. അഭിയേട്ടന് ഇതേപോലെ അച്ചാറും അതെല്ലാം ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ എങ്കിലും അഭിയേട്ട പോകുന്ന അന്നായിരിക്കും പറയാ പിന്നെ ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് വന്നു കഴിഞ്ഞാൽ പോകുന്നാന്നും പറഞ്ഞിട്ട് ഒരു പോക്കങ്ങ് പോകും. ഇപ്പൊ അച്ചാറും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും അന്നേരം വൈകുന്നേരം പോയിട്ട് പുറത്തുനിന്ന് സ്നാക്സോ ഇതെല്ലാം വാങ്ങുന്നല്ലാണ്ട് ഒന്നും ഉണ്ടാക്കി കൊടുക്കാനൊന്നും എനിക്ക് പറ്റലുണ്ടായിട്ടില്ല. വീട്ടില് വന്നു കഴിഞ്ഞാൽ എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നല്ലാണ്ട് എനിക്ക് പുറത്ത് പോകുമ്പോ ഒന്നും ഉണ്ടാക്കി പോകും. പക്ഷെ ഇപ്രാവശ്യം എല്ലാം ഉണ്ടാക്കിയിട്ട് എനിക്ക് കൊടുത്തയക്കാൻ പറ്റി. എന്നെ വലിയ കാര്യം ഭഗവാന് ഇത് വെച്ചാ. പിന്നെ രാത്രി ആയപ്പോ തന്നെ ഞാൻ ഇതെല്ലാം ആക്കി വെച്ചിട്ട് വീട്ടിൽ രാത്രി ആയപ്പോ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു അവരെ വണ്ടിയിൽ അവരെ പാലക്കാടുള്ള ഒരേട്ടൻ വരുന്നുണ്ട്. അവര് വീട്ടിൽ പോകണം പാലക്കാടുള്ളവർ. അപ്പൊ അവരപ്പുറം വെജ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ആദ്യം കോയൊക്കെ വറുത്ത് പിന്നെ മറ്റേ നമ്മളെ ചമ്മന്തി അഭിയാണ് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ചമ്മന്തിയാക്കി എല്ലാം ആക്കി വെച്ച് പായസം വെച്ചുള്ളപ്പോഴത്തേനും നമ്മള് പിന്നെ അഭിയൊന്നും കാത്തിരിക്കലായിരുന്നു. പിന്നെ ഇപ്പം വരും നമ്മളെ തൃച്ചംബരത്ത് ഉത്സവത്തിനെല്ലാം കാത്തിരിക്കുന്ന പോലെ ഇങ്ങനെ കാത്തിരിക്കലായിരുന്നു. ഇപ്പം വരും. പിന്നെ നോക്കുമ്പോഴത്തേനും പെട്ടെന്ന് അഭിയായിട്ട് വന്നു. പറയണ്ട ഫുഡെല്ലാം കഴിച്ച് അവരുടെ കൂടെയുള്ളവരും ഫുഡൊക്കെ കഴിച്ച്. കാരണം ഇവർക്ക് അങ്ങനെ പുറത്തെ ഫുഡെല്ലാം കിട്ടുന്നില്ലോ, നമ്മളെ ഫുഡ് കിട്ടില്ല. അപ്പൊ അവർക്ക് ഭയങ്കര രാത്രി 10 മണിക്ക് വന്ന അഭിയേട്ടൻ പൊളിച്ചൊക്കെ 4 മണിക്ക് തിരിച്ചു പോയിട്ട് കുറച്ച് സമയം കിട്ടും.